നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനയൻ യേശുവേ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഭാപ്രസംഗകൻ 12:14 പഠിപ്പിക്കുകയാണ്, നല്ലതോ ചീത്തയോ ആയ ഏത് നിഗൂഢ പ്രവൃത്തിയും അത്യുന്നത ദൈവം ന്യായപീഠത്തിന് മുമ്പിലേക്ക് കൊണ്ടുവരും. ഇത് ഏതാനും ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു ഉത്ബോധനമാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. ഈ ഭൂമിയിൽ മനുഷ്യനായി ജനിച്ച സകല മനുഷ്യർക്കും, സകല കാലത്തുള്ള സകല മനുഷ്യർക്കും വേണ്ടി ജീവിക്കുന്നവനായ ദൈവം നൽകിയിരിക്കുന്ന നിത്യജീവൻ്റെ വചസ്സുകളാണ് ഇവിടെ ഉദ്ഘോഷണം ചെയ്തുകൊണ്ടിരിക്കപ്പെടുന്നത്. നീ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും, നീ അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും, ഒരു നാൾ ഈ മണിക്കൂറിലൂടെ നീ കടന്നു പോകേണ്ടി വരും എന്ന് തന്നെ ജീവിക്കുന്നവനായ ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് എപ്പോഴാണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, മരിക്കുന്ന ആ സമയത്ത് തന്നെ ഈ ഒരു പ്രതിഭാസം സംഭവിക്കുന്നുണ്ട്. ആ വിധിയുടെ പേരാണ് തനത് വിധി, പർട്ടിക്കുലർ ജഡ്ജ്മെൻറ്റ്. മരിക്കുന്ന ആ സമയത്ത് തന്നെ മരിക്കുന്ന വ്യക്തിയുടെ ഒരു ന്യായ വിചാരണ, ഒരു ന്യായവിധി നടക്കുന്നുണ്ട്. അതാണ് തനത് വിധി അഥവാ പർട്ടിക്കുലർ ജഡ്ജ്മെൻറ്റ്. അപ്പോൾ പൊതുവിധി എന്താണ്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പൊതുവിധി എന്ന് പറയണത്, തനത് വിധിയിൽ മരിക്കുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്ന വിധിയിൽ ഒരു മാറ്റവും പൊതുവിധിയിൽ സംഭവിക്കുന്നില്ല. പൊതുവിധി എന്ന് പറയുന്നത് സഭയുടെ പ്രബോധനം അനുസരിച്ച് മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്: തനത് വിധിയുടെ സ്ഥിരീകരണവും പൊതുപ്രഖ്യാപനവുമാണ് പൊതുവിധിയിൽ സംഭവിക്കുന്നത്. തനത് വിധിയുടെ സ്ഥിരീകരണവും പൊതുപ്രഖ്യാപനവുമാണ് പൊതുവിധിയിൽ സംഭവിക്കുന്നത്. അത് പറഞ്ഞ എന്താ അതിൻ്റെ അർത്ഥം? ഉദാഹരണം, നിങ്ങളുടെ വല്യപ്പൻ മരിച്ചു എന്നിരിക്കട്ടെ. ആ വല്യപ്പൻ ഇപ്പം നരകത്തിലാണോ സ്വർഗത്തിലാണോ നിങ്ങൾക്ക് അറിയാവോ? അറിയോ? എന്നാൽ ദൈവത്തിന് അതറിയാം, വല്യപ്പനും അറിയാം. ഒരുപക്ഷെ വല്യപ്പൻ തീ നരകത്തിൽ കടന്നിങ്ങനെ പൊള്ളിപ്പൊളിയുന്നുണ്ടാവും. പ്രൈസ് ദി ലോർഡ്. ചിലപ്പോൾ സ്വർഗത്തിൽ ദൈവത്തെ മുഖാഭിമുഖം കണ്ട് അങ്ങനെ ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് പറഞ്ഞ് സ്വർഗീയ പരദീസയിൽ ആനന്ദിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തുണ്ടാവും. ഈ 3 സ്ഥലങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വല്യപ്പൻ ഇപ്പോൾ കിടപ്പുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കറിയാൻ പാടില്ല നമ്മുടെ വല്യപ്പൻ ഇപ്പോൾ എവിടെയാണെന്ന്. എന്നാൽ പൊതുവിധിയുടെ സമയത്ത് എല്ലാവർക്കും അത് സ്പഷ്ടമാകും. നമ്മൾ നോക്കുമ്പോൾ അതാ നമ്മുടെ വല്യപ്പൻ എവിടെ, ഇപ്പം പറയണ്ട. പ്രൈസ് ദി ലോർഡ്. തനത് വിധിയിൽ ഓരോരുത്തർക്കും കിട്ടിയ സംഗതി പൊതുവിധിയിൽ എല്ലാവർക്കും വെളിച്ചത്താവും. പ്രൈസ് ദി ലോർഡ്. ഭാര്യ എവിടെയാണെന്ന് ഭർത്താവ് കാണും, ഭർത്താവ് എവിടെയാണെന്ന് ഭാര്യ കാണും, മക്കൾ എവിടെയാണെന്ന് മാതാപിതാക്കന്മാർ അറിയും, മാതാപിതാക്കന്മാർ കിടക്കുന്ന സ്ഥലം മക്കൾ കാണും. ആർക്കും അത് മറയ്ക്കാൻ പറ്റില്ല. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ചിന്തിച്ച് നോക്കിയാൽ നിങ്ങളുടെ മക്കൾ ഇപ്പം പോണ പോലെ പോയാൽ അന്ന് പൊതുവിധി നിൽക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ മക്കളെ കാണും. അവരെവിടെ നിൽക്കുമെന്ന് ആലോചിച്ച് നോക്ക്. അവർ ദൈവത്തെ ഉപേക്ഷിച്ച് പ്രാർത്ഥന ഉപേക്ഷിച്ച് ഒരു കാര്യം അവർക്ക് കൂസലില്ലാതെ മുമ്പോട്ട് പോകുമ്പോൾ ഒരപ്പൻ എന്ന നിലയിൽ സന്തോഷിക്കരുത്, ഒരമ്മ എന്ന നിലയിൽ ആനന്ദിക്കരുത്. ദൈവഭക്തി ഇല്ലാത്ത മക്കളുടെ കൂട്ടത്തിൽ നീ ആനന്ദിക്കരുത്. നീ മുട്ടുമേ നിൽക്കണം, കൈകൾ വിരിക്കണം. അവരുടെ മാനസാന്തരത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ കണ്ണുനീരൊഴുക്കണം. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറയാം ഹല്ലേലൂയ. നിന്റെ ഇടവക്കാരും നിന്റെ സമകാലീനരായി നിന്റെ ബാച്ചിൽ പഠിച്ചവരും നിന്റെ ക്ലാസ്സിൽ വേദപാഠം പഠിച്ചവരും നിന്റെ ഇടവകയിൽ നിന്നോട് കൂടെ ഒന്നിച്ച് കുർബാനയ്ക്ക് വന്നവരുമായ ആളുകൾ അന്ന് നീ കാണും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്ന് നിങ്ങൾ എന്നെയും കാണും. ആരെങ്കിലും ഒരാൾ നരകത്തിൽ പോയെന്നിരിക്കട്ടെ, ഞാൻ വീട്ടിൽ വന്ന് നിങ്ങളെനിക്ക് താറാവ് മുട്ട തന്നു, ഞാനതെല്ലാം ഒന്നും ചിന്തിക്കാതെ വാങ്ങി കഴിച്ച്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ചേട്ടത്തി നിർഭാഗ്യവശം നരകത്തിൽ പോയെന്നിരിക്കട്ടെ, ആ ചേട്ടത്തി അന്ന് അവിടെ കിടന്ന് എന്നെ കാണുമോ, ഓ അന്ന് എൻ്റെ താറാവ് മുട്ടയും തിന്ന് എൻ്റെ കട്ടൻ കാപ്പിയും കുടിച്ച് എന്തുകൊണ്ട് അച്ഛൻ എനിക്ക് നരകത്തെക്കുറിച്ച് മുന്നറിയിപ്പ് തന്നില്ല എന്ന് ചോദിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇപ്പൊ പറയണത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരൻ, നമ്മൾ തമ്മിൽ ഭയങ്കര സ്നേഹം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നരകത്തെക്കുറിച്ച് അറിയാതെ മരിച്ച ഒരാൾ നരകത്തിൽ പോയാൽ അതിൻ്റെ വേദന അന്ന് നമ്മൾ മനസ്സിലാവുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറഞ്ഞ് ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിച്ചിരിക്കുന്ന കാലത്ത് തമ്മിൽ നമ്മളിത് ഓർമ്മപ്പെടുത്തണം.
യുവജന മതബോധന ഗ്രന്ഥത്തിൽ ഈ ലോകം മുഴുവനും ആദരിക്കുന്ന സമാധരണീയനായ ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ ഈ കാലഘട്ടത്തിൽ സ്വിറ്റ്സർലൻഡിലും വിയന്നയിലും ഇംഗ്ലണ്ടിലും അമേരിക്കയിലും ഇറ്റലിയിലും എല്ലാ രാജ്യങ്ങളും യുവജനങ്ങൾ കമ്പ്യൂട്ടർ പഠിച്ചിട്ട് അങ്ങ് അറ്റത്ത് നിൽക്കുന്നവർ, പഠിച്ച് അങ്ങ് അറ്റത്ത് നിൽക്കുന്നവർ, യുക്തിവാദം, നിരീശ്വര ചിന്ത, അത്തൈസം ഇതിൻ്റെയൊക്കെ കൊടുമുടി നിൽക്കുന്ന യുവജനങ്ങളോട് മാർപ്പാപ്പ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് നമ്മൾ വായിക്കുന്ന എങ്ങനെയാണ്? നാം എല്ലാവരും പറുദീസയിലായിരിക്കണമെന്ന് താൻ ആഗ്രഹിക്കുന്നുവെന്നും നമ്മുടെ കാലത്ത് അല്പമാത്രം പറയപ്പെടുന്ന നരകം ഉണ്ടെന്നും തൻ്റെ സ്നേഹത്തിനെതിരെ ഹൃദയം അടയ്ക്കുന്നവർക്ക് അത് ശാശ്വതമായിരിക്കുമെന്നും നമ്മോട് പറയാൻ വേണ്ടി യേശു സ്വർഗത്തിൽ നിന്ന് വന്നു. ഇന്ന് പലരും ചിന്തിക്കുന്നത്, അയ്യോ നരകത്തെക്കുറിച്ച് പറയരുതേ, പേടിയാവും. ചിലരുടെ ധാരണ അങ്ങനെയാണ്. അയ്യോ പേടി. ഇവിടെ കാലും വാലും കൊമ്പും ഉള്ളതിനെ കാണുമ്പോൾ ഒരാൾക്കും പേടിയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാൽ നിത്യജീവന്റെ പ്രബോധനങ്ങൾ നമ്മുടെ കർത്താവായ ദൈവം നമുക്ക് പഠിപ്പിച്ചുള്ള പ്രബോധനങ്ങൾ കേൾക്കുമ്പോഴാണ് പലർക്കും പേടി. പല രാജ്യങ്ങളും പേടി എന്ന് പറഞ്ഞിട്ട് ഇത് പഠിപ്പിക്കാതിരിക്കുക. ഞാൻ ചോദിക്കട്ടെ, ദൈവത്തിനാണോ മനുഷ്യനാണോ സ്നേഹം കൂടുതൽ? നിങ്ങൾ ഉറക്കെന്ന് പറഞ്ഞേ. നിങ്ങൾ അമർന്ന് മിണ്ടാതിരിക്കരുത്, രണ്ടിലൊന്നും ഉറക്കെ പറയണം. ദൈവത്തിനാണോ മനുഷ്യനാണോ സ്നേഹം കൂടുതലുള്ളത്? ദൈവത്തിന്. ആ ദൈവപുത്രൻ സ്വർഗത്തിൽ നിന്ന് വന്നിട്ട് ഈ നരകത്തെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുക. വേറെ എത്രയോ കാര്യങ്ങൾ പഠിപ്പിക്കാം, എന്നാൽ ഇതൊരു നിസ്സാര കാര്യമല്ലാത്തതുകൊണ്ട് ഈ വിഷയം ഹൈലൈറ്റ് ചെയ്ത് നമ്മുടെ കർത്താവ് യേശു തൻ്റെ പ്രബോധന കാലഘട്ടത്തിൽ പഠിപ്പിച്ചു. അതാണ് മാർപ്പാപ്പ എടുത്തു പറയണത്. നാം എല്ലാവരും പറുദീസയിലായിരിക്കണമെന്ന് താൻ ആഗ്രഹിക്കുന്നുവെന്നും നമ്മുടെ കാലത്ത് അല്പമാത്രം പറയപ്പെടുന്ന നരകം ഉണ്ടെന്നും തൻ്റെ സ്നേഹത്തിനെതിരെ ഹൃദയം അടയ്ക്കുന്നവർക്ക് അത് ശാശ്വതമായിരിക്കുമെന്നും നമ്മോട് പറയാൻ വേണ്ടി യേശു സ്വർഗത്തിൽ നിന്ന് വന്നു. അത്രയും ഗൗരവമായിട്ട് ഈ വിഷയത്തെ സ്വർഗം കാണുന്നുണ്ട്. ഇനി പരിശുദ്ധ മാതാവ് സ്വർഗത്തിൽ നിന്ന് വന്നിട്ട് പറയുക മാത്രമല്ല, നരകം അങ്ങോട്ട് കാണിച്ചു കൊടുത്ത്. ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് ലൂസി, ജസീന്ത അങ്ങനെയുള്ള ആ 3 കുട്ടികൾക്ക്, ഇടയ ബാലന്മാർ, ആ കുട്ടികൾക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് നരകത്തെക്കുറിച്ച് പഠിപ്പിച്ചു എന്ന് മാത്രമല്ല, നരകത്തിൻ്റെ ദർശനം ആ കുട്ടികൾക്ക് കാണിച്ചു കൊടുത്ത്. എന്നിട്ട് ഫാത്തിമ ജപം പഠിപ്പിച്ചു. എന്താ ഫാത്തിമ ജപം? കൊന്തയുടെ അവസാനം ചെല്ലുന്നത്, ഓ എൻ്റെ ഈശോയെ നരകാഗ്നിയിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. നരകാഗ്നിയെ അവഗണിച്ചേക്ക് ഓർക്കണ്ട എന്നാണ് മാതാവ് പഠിപ്പിച്ചത്. കണ്ടിന്യൂസ് ആയിട്ട് ഇത് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് മാത്രമേ സ്നേഹമുള്ളെന്നും ബാക്കിയുള്ളവരുടെ ഉള്ളിലൊക്കെ ഇരിക്കുന്ന കരിങ്കല്ലാണെന്നും വിചാരിക്കരുത്. അവർക്കൊക്കെ സ്നേഹം ഉണ്ടായിരുന്നു. സ്നേഹം ഉള്ളത് കൊണ്ടാണ് ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് മുന്നറിയിപ്പ് തന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവം നമുക്ക് മുന്നറിയിപ്പ് തരുന്നൊരു കാര്യമാണ്, മരിക്കുന്ന സെക്കൻഡിൽ തന്നെ നമുക്കൊരു ന്യായവിധിയുണ്ട്. നമ്മുടെ സകല വാക്കുകളും സകല പ്രവൃത്തികളും സകല ചിന്തകളും ന്യായവിധിക്കാനായി അവിടെ വന്നു നിൽക്കും. കുമ്പസാരത്തിൽ ഏറ്റു പറഞ്ഞ കാര്യങ്ങളെല്ലാം മായ്ക്കപ്പെടും. ബാക്കി ഒരു മനുഷ്യൻ തൻ്റെ ജീവിതകാലത്ത് കുമ്പസാരിക്കാൻ അവസരം കിട്ടിയിട്ടും അനുതപിക്കാൻ അവസരം കിട്ടിയിട്ടും അനുതപിക്കാതെ കുമ്പസാരിക്കാതെ അതൊന്നും സാരില്ലെന്ന് ഹൃദയത്തിൽ താലോലിച്ചുകൊണ്ട് നടന്ന സകല കൃത്യങ്ങളും ന്യായപീഠത്തിങ്കൽ അവിടെ നമുക്കെതിരായി നിലകൊള്ളും. ഇതെന്തുകൊണ്ട് ചോദ്യം ഉണ്ടാവും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാണ് തനത് വിധി എന്ന് പറയുന്നത്. ഇനി തുടർന്ന് സഭ പഠിപ്പിക്കുകയാണ് 1035 ഖണ്ഡികയിൽ നരകത്തിൻ്റെ അസ്തിത്വത്തെയും അതിൻ്റെ നിത്യതയെയും സഭയുടെ പ്രബോധനം സ്ഥിരീകരിക്കുന്നു. മാരകപാപത്തിൻ്റെ അവസ്ഥയിൽ മരിക്കുന്നവരെ ആത്മാക്കൾ മരിച്ചാൽ ഉടനെ നരകത്തിലേക്ക് നിപതിക്കുന്നു. അവിടെ അവർ നിത്യാഗ്നിയായ നരക പീഡനങ്ങൾ അനുഭവിക്കും. നരകം എന്ന് പറഞ്ഞാൽ അത് സുഖിക്കാനുള്ള സ്ഥലമല്ല. ഒരു ചേട്ടൻ പറഞ്ഞെന്താണെന്നറിയോ? ഒരു ചേട്ടൻ പറഞ്ഞ് ഏത് നരകമായാലും കുഴപ്പമില്ല, 2 ദിവസം മാത്രമേ ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ, 2 ദിവസം കഴിയുമ്പോൾ അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് ശരിയായിക്കോളാം. പിന്നെ 2 ദിവസം കഴിയുമ്പോൾ ചായപ്പീടിയെ വെച്ച് അല്ലെങ്കിൽ വാറ്റുചാരത്തിൻ്റെ കട വെച്ച് എങ്ങനെയെങ്കിലും എൻ്റെ കാര്യം ഞാനവിടെ നോക്കിക്കൊള്ളാം. അപ്പോൾ പല ആളുകളുടെയും ധാരണ 2 ദിവസം മാത്രമേ ബുദ്ധിമുട്ട്, അത് കഴിഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ സ്വന്തം നാടായി മാറുമെന്നാണ് വിചാരിക്കുക. അങ്ങനെ അല്ലെന്നാണ് ദൈവവചനം പഠിപ്പിക്കുന്നത്. പുഴു ചാകാത്തതും തീ കടാത്തതുമായ നിത്യനരകാഗ്നി എന്നാണ് യേശു അതിനെക്കുറിച്ച് പഠിപ്പിച്ചിരിക്കുന്നത്. സഭയുടെ പ്രബോധനം അതിനെക്കുറിച്ച് പഠിപ്പിച്ചിങ്ങനെയാണ്, നിത്യാഗ്നിയായ നരകപീഡനങ്ങൾ. ഇതിനെക്കുറിച്ച് പുതിയ തിയോളജിയൻസ് പുതിയ ബോധ്യങ്ങൾ ദൈവമക്കൾക്ക് നൽകുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ബോധ്യം സഭ എടുത്ത് ദൈവമക്കൾക്ക് നൽകുന്ന ഇങ്ങനെയാണ്, നരകത്തിലെ പ്രധാന ശിക്ഷ ദൈവത്തിൽ നിന്നുള്ള എന്നേക്കുമായ വേർപാടാണ്.
എന്ന് പറഞ്ഞാൽ ഫിലോസഫിക്കൽ മൈൻഡ് ഉള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ പറയണത്. ഈ ഫിലോസഫിക്കൽ മാത്തമാറ്റിക്കൽ മൈൻഡ് ഇല്ലെങ്കിൽ അങ്ങനെയുള്ളവർ യേശു പറഞ്ഞ പുഴു ചാകാത്തതും തീ കടാത്തതുമായി നിത്യ നരകാഗ്നിയിൽ ചിന്തിക്കുക, അല്ലെങ്കിൽ പുറത്തുള്ള അന്ധകാരം ചിന്തിക്കുക, അതും അല്ലെങ്കിൽ വിരുന്നശാലയിൽ നിന്ന് കയ്യും കാലും കെട്ടി പുറത്തെ വിലാപവും പല്ലുകടിയുള്ള സ്ഥലത്തേക്ക് വലിച്ചെറിയുന്ന അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുക. എന്നാൽ കുറച്ചും കൂടെ ഹൈ മൈൻഡുള്ള ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടി വീണ്ടും സഭ അതിനെ വ്യാഖ്യാനിക്കുകയാണ്. അതിനെ വ്യാഖ്യാനിക്കുന്നത് എങ്ങനെയാണ്? ദൈവത്തിൽ നിന്നുള്ള എന്നേക്കുമായ വേർപാടാണ് നിത്യ നരകാഗ്നി. പ്രൈസ് ദി ലോർഡ്. അത് മനസ്സിലാക്കണമെങ്കിൽ കുറച്ചും കൂടെ നമ്മൾ ചിന്തിക്കേണ്ട ബേസിക് കാര്യം എങ്ങനെയാണ്? നമ്മളെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. എന്ന് പറഞ്ഞാൽ ഒരു മത്സ്യത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് വെള്ളത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ അല്ലെങ്കിൽ നമ്മുടെ ശരീരം ഘടന ചെയ്യപ്പെട്ടിരിക്കുന്നത് വായുവിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ആ മത്സ്യത്തെ വെള്ളത്തിൽ നിന്ന് എടുത്തു മാറ്റിയാൽ ആ മത്സ്യം കിടന്ന് പെടയാൻ തുടങ്ങും. ആ പെടയുന്ന സമയത്ത് വീണ്ടും വെള്ളത്തിലേക്ക് എടുത്തിട്ടെങ്കിൽ കുറച്ചും കൂടെ പെടയും. അങ്ങനെ പെടഞ്ഞ് അല്ലെങ്കിൽ ചത്തുപോകും. ശരിയല്ലേ? അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, ഈ മത്സ്യം വെള്ളത്തിൽ നിന്ന് മാറ്റി കിടന്ന് പെടയാൻ തുടങ്ങി, ആ പെടയുന്ന മത്സ്യത്തെ വെള്ളത്തിലേക്ക് വിടുന്നില്ല, ചത്തുപോകുന്നില്ല, എങ്കിൽ അതിൻ്റെ സ്ഥിതി എന്താവും? അത് പെടഞ്ഞ് ശരീരം മുഴുവൻ മുറിവേൽക്കും, വീണ്ടും പെടയും, വീണ്ടും മുറിവേൽക്കും. അങ്ങനെ വ്രണം പിടിച്ചെന്ന് പറഞ്ഞാൽ ഓരോ പെടച്ചിലും വീണ്ടും വേദന തീവ്രമാക്കിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ മനുഷ്യൻ്റെ കാര്യം ചിന്തിക്കുക, വായുവിൽ ജീവിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ശരീരം ഘടന ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഈ വായു നമുക്ക് കിട്ടുന്നില്ലെന്ന് വിചാരിക്കുക. ഞാൻ അട്ടപ്പാടി ചില ആളുകളെ കണ്ടിട്ടുണ്ട്, കഠിനമായ ആസ്മയുള്ളവർ, വലിവുള്ളവർ. ആ ചേട്ടനങ്ങനെ വലിച്ച് കണ്ണെല്ലാം ബൾജ് ചെയ്ത് പുറത്തേക്ക് തള്ളി, ചങ്കുകൊട്ടയെല്ലാം പൊങ്ങി, രാത്രി കൊടും തണുപ്പത്ത് മരണവേദന അനുഭവിക്കുകയാണ്. എല്ലാവരെയും വിളിച്ചുകൊണ്ട് ഞാൻ ഓടിച്ചെന്ന്, പക്ഷേ എനിക്ക് സഹായിക്കാൻ പറ്റില്ല. വായു ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷേ നമുക്ക് പിടിച്ചു കൊടുക്കാൻ പറ്റുമോ? ആ മനുഷ്യന് ശ്വാസമുണ്ട്, പക്ഷേ ശ്വാസം കിട്ടണില്ല. അയാൾ വായുവിന് വേണ്ടി വളരെ ചക്രചാതം ചങ്ക് പൊട്ടുകയാണ്. നമുക്ക് വായു കൊടുക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന് ചുറ്റും ഇഷ്ടം പോലെ വായു ഉണ്ട്, പക്ഷേ അദ്ദേഹത്തിന് വായു കിട്ടുന്നില്ല. അങ്ങനെ ചങ്ക് പൊട്ടി മരിക്കുന്ന ആളുകളെ കുറിച്ച് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, ഈ മനുഷ്യൻ കണ്ണു തുറിക്കുന്നു, ചങ്ക് കൊണ്ട പൊങ്ങുന്നു, ആഞ്ഞു വലിക്കുന്നു, എന്നാൽ വായു കിട്ടുന്നുമില്ല, മരിക്കുന്നുമില്ലെങ്കിൽ അയാളുടെ വേദന എന്തായിരിക്കും? ഞാനിങ്ങനെയുള്ളവർ ചോദിച്ചു നോക്കിയിട്ടുണ്ട്, ഭയങ്കര ചങ്ക് പൊട്ടുന്ന വേദനയാണെന്നാണ് അവരെന്നോട് പറഞ്ഞു തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതേപോലെ ഒരു വ്യക്തി ദൈവത്തിൽ ജീവിക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തി മരിക്കുന്ന സെക്കൻഡിൽ എന്നേക്കുമായി ദൈവത്തിൽ നിന്ന് വേർപെടുത്തപ്പെടും. ഇപ്പം നമുക്കത് ചിന്തിക്കാൻ പറ്റില്ല, കാരണം മരിക്കുന്നത് വരെ നാം എത്ര ഇതായാലും നാം ദൈവത്തിലാണ്, ദൈവത്തിൻ്റെ ഉള്ളിലാണ് നാം വസിക്കുന്നത്. മരിക്കുന്ന സമയത്താണ് ദൈവത്തിൽ നിന്നും വേർപെടുന്നതിൻ്റെ വേദന ഞാനും നിങ്ങളും അറിയുകയുള്ളൂ. ഉറക്കെ പറയാം ഹല്ലേലൂയ. ഓരോ മണിക്കൂർ കഴിയുന്തോറും വേദന അതിൻ്റെ തീവ്രതയിലേക്ക് പ്രവേശിക്കുന്ന ഒരു മേഖലയാണ് നിത്യ നരകാഗ്നി. പ്രൈസ് ദി ലോർഡ്. ഒരു മനുഷ്യന് ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത സ്ഥലമാണ് ഈ നിത്യ നരകത്തിൻ്റെ വേദന എന്ന് പറയുന്നത് എന്ന് വിശുദ്ധ ലിഖിതങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. ഉറക്കെ പറയാം ഹല്ലേലൂയ. കുറച്ചും കൂടെ ഉറക്കെ പറയാം ഹല്ലേലൂയ. അപ്പോൾ ഒരാൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്. അദ്ദേഹം പറയാണ്, ദൈവം സ്നേഹമാണെങ്കിൽ എന്തുകൊണ്ട് ഈ നരകം സൃഷ്ടിച്ച്? ദൈവം സ്നേഹമാണെങ്കിൽ നമ്മൾ പാപം ചെയ്യുന്നോണ്ടല്ലേ നരകത്തിലേക്ക് പോണത്, ശരിയല്ലേ? അപ്പോൾ പാപം ചെയ്യാൻ പറ്റാത്ത പോലെ സൃഷ്ടിച്ചാൽ നമ്മൾ നരകത്തിൽ പോകുമോ? ഞാൻ അതിനെക്കുറിച്ച് പണ്ട് അട്ടപ്പാടി ഇരുന്ന് ചിന്തിച്ചൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ദൈവമേ, ഈ അട്ടപ്പാടിയിൽ ഈ മനുഷ്യന്മാർ പാപം ചെയ്യാൻ വേണ്ടി, ഇപ്പോൾ വ്യഭിചാരം ചെയ്യാൻ വേണ്ടി ഇറങ്ങാമെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ കള്ള് കുടിക്കാൻ വേണ്ടി ഇറങ്ങാമെന്ന് വിചാരിക്കുക, 4 മണിക്ക് മൂലവെട്ടി കഴിക്കാൻ വേണ്ടി ഇറങ്ങുന്ന സമയമെന്ന് വിചാരിക്കുക. അങ്ങനെ ഇറങ്ങുമ്പോഴേക്കും മൂലവെട്ടി കഴിക്കാനായിട്ട് ഇറങ്ങുന്ന ആളുകളെ പിച്ച് ചെയ്യുന്നൊരു സിംഹം പ്രത്യക്ഷപ്പെടുക. ആ സിംഹം അവിടെ കടിച്ച് പറിച്ചു വിടുക. വേറെ എല്ലാവരും കടിക്കില്ല, ഈ മൂലവെട്ടി കുടിക്കാൻ പോണവരെ മാത്രമേ കടിക്കുകയുള്ളൂ. അങ്ങനെ 4 എണ്ണത്തെ കീറിയിട്ടാൽ പിന്നെ ആരെങ്കിലും ഇറങ്ങുമോ? അതുകൊണ്ട് ഈ മനുഷ്യനെ നിലയ്ക്ക് നിർത്താൻ ദൈവത്തിന് എന്തെങ്കിലും ക്രമീകരണം ചെയ്തുകൂടെ എന്ന് ഞാൻ ചിന്തിച്ചു. അപ്പോൾ ബൈബിൾ വായിച്ചപ്പോൾ ഞാൻ ചിന്തിച്ചതിനേക്കാൾ കുറച്ചും കൂടെ തീവ്രമായി ബൈബിൾ ഈ ചിന്ത പണ്ടേ ചിന്തിച്ച് വച്ചിട്ടുണ്ട്. അതാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 11-ാം അധ്യായത്തിൽ 17 മുതലുള്ള തിരുലിഖിതങ്ങൾ. രൂപരഹിതമായ പദാർത്ഥത്തിൽ നിന്ന് ലോകം സൃഷ്ടിച്ച അങ്ങയുടെ സർവശക്തമായ കരത്തിന് കരടികളുടെ കൂട്ടത്തെയോ ധീരസിംഹങ്ങളെയോ അവരുടെ മേൽ അയക്കാൻ പ്രയാസമുണ്ടായിരുന്നില്ല.
അല്ലെങ്കിൽ അജ്ഞാതമായ ക്രൂര ജന്തുക്കളെ പുതുതായി സൃഷ്ടിക്കാമായിരുന്നു. അല്ലെങ്കിൽ അഗ്നിമയമായ ശ്വാസം ഊതുന്നതോ കനത്ത ധൂമമടലം തുപ്പുന്നതോ കണ്ണിൽ നിന്നും തീപ്പൊരി പാറുന്നതോ ആയവയെ അയക്കാമായിരുന്നു. അവ ആക്രമിക്കേണ്ട, അവയുടെ ദർശനം മാത്രം മതി മനുഷ്യരെ ഭയപ്പെടുത്തി നിശേഷം നശിപ്പിക്കാൻ. അങ്ങനത്തെ ഒരു സിംഹം ഉണ്ടെന്നിരിക്കട്ടെ, ഒരു ജീവി ഉണ്ടെന്നിരിക്കട്ടെ. ആ ജീവി പാപം ചെയ്യാൻ ആരെങ്കിലും ഇറങ്ങിയാൽ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടും. ഒറ്റ ഊതൽ ആ തീയിലെല്ലാം ദഹിച്ചു പോകും. ആരെങ്കിലും പിന്നെ പാപം ചെയ്യാൻ ഇറങ്ങുമോ? തെറി പറയാൻ വേണ്ടി വാ പൊളിച്ച അപ്പം തീ വന്ന് ഊതും, അയാൾ ചാമ്പലായി പോകും. നീറ്റായിരിക്കും. എന്നാൽ സർവശക്തനായ ദൈവം അത് ചെയ്തില്ല. ദൈവം നമുക്ക് സ്വാതന്ത്ര്യം നൽകി. ഇതാ അഗ്നിയും ജലവും നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, ഇതാ ജീവനും മരണവും നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. നീയാണ് തീരുമാനം എടുക്കേണ്ടത്. നിന്നെ പാപം ചെയ്യാൻ കഴിവില്ലാത്ത ഒരാളായി നിന്നെ വേണമെങ്കിൽ സൃഷ്ടിക്കാൻ പറ്റുന്നു. കണ്ണ് മാത്രമാണെങ്കിൽ ബാക്കി ശരീരം മുഴുവൻ വെട്ടിയിട്ട വാഴത്തട പോലെ കിടക്കുന്ന സ്ഥലത്ത് കിടക്കുകയായിരുന്നെങ്കിൽ നീ ഇതുപോലൊന്നും ചെയ്യില്ലായിരുന്നു. എന്നാൽ നല്ലവനായ ദൈവം നിന്നെ അങ്ങനെ ആക്കിയില്ല. നിനക്ക് 2 കൈയും 2 കാലും കണ്ണും ആരോഗ്യ ചെവിയും കാലും എല്ലാം തന്നു, ചിന്തിക്കാൻ ബുദ്ധിയും തന്നു. എന്നിട്ട് നീ നിന്റെ സ്വന്തം മനസ്സുകൊണ്ട് ദൈവത്തിന് വേണ്ടി, വിശുദ്ധ ജീവിതത്തിന് വേണ്ടി നീ തീരുമാനം എടുക്കണം. ഇതാണ് ദൈവം നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. എൻ്റെ നിൻ്റെ സ്വാതന്ത്ര്യത്തെയും അങ്ങേയറ്റം ദൈവം മാനിക്കുന്നുണ്ട്. യുവജന മതബോധന ഗ്രന്ഥത്തിൽ അതിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. അത് 162-ാമത്തെ ഖണ്ഡികയിലാണ് നാം വായിക്കുന്നത്. 162-ാമത്തെ ഖണ്ഡികയിൽ പറഞ്ഞെങ്ങനെയാണ്? ദൈവം ആരെയും ശപിച്ചു തള്ളുന്നില്ല, എല്ലാവരും സ്വർഗത്തിലെത്തണമാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. ഏറ്റവും മോശക്കാരനായ പാപിയുമായുള്ള കൂട്ടുകെട്ടും ദൈവം അങ്ങേയറ്റം ആഗ്രഹിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ ചെയ്യാൻ പറ്റുന്നതിന് പരമാവധി പാപം ചെയ്തൊരു മഹാപാപി ആണ് നമ്മളെന്നിരിക്കട്ടെ, അപ്പോഴും ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ദൈവം തള്ളിക്കളയുന്നില്ല. ദൈവം അപ്പോഴും എന്നെ സ്നേഹിച്ചുകൊണ്ട് ഞാൻ സ്വമനസ്സ ഈ പാപം ഉപേക്ഷിച്ച് തിരിച്ചു വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. വേണമെങ്കിൽ എൻ്റെ കയ്യും കാലും തളർത്തി അവിടെ ഇടാൻ ദൈവത്തിന് പറ്റും, പക്ഷെ അത് ദൈവം ചെയ്യുകയില്ല. ദൈവം കാത്തിരിക്കുകയാണ്. ഈ ലോകത്തിൽ ഏറ്റവും കെട്ട പാപിയാണെങ്കിൽ പോലും ആ പാപിയെയും ദൈവം തള്ളിക്കളയുന്നില്ല, ദൈവം വെറുക്കുന്നില്ല. ഇന്നല്ലെങ്കിൽ നാളെ സ്വമനസ ദൈവത്തിന് വേണ്ടി തീരുമാനമെടുത്ത് ദൈവത്തിങ്കിലേക്ക് പിന്തിരിയും, മാനസാന്തരത്തിൽ ദൈവത്തിങ്കിലേക്ക് പിന്തിരിയുമെന്ന് പ്രതീക്ഷിച്ച് ആ വ്യക്തിക്ക് വേണ്ടി പോലും ആ വ്യക്തിയുടെ വ്യക്തി സ്വാതന്ത്ര്യം അങ്ങേയറ്റം മാനിച്ച് ദൈവം കാത്തിരിക്കുകയാണ്. അതാണ് 162-ാം ഖണ്ഡികയിൽ വായിക്കുന്നത്. ഏറ്റവും മോശക്കാരനായ പാപിയുമായുള്ള കൂട്ടുകെട്ട് പോലും ദൈവം അങ്ങേയറ്റം ആഗ്രഹിക്കുന്നു. ഓരോ വ്യക്തിയും മാനസാന്തരപ്പെടണമെന്നും രക്ഷിക്കപ്പെടണമെന്നും അവിടുന്ന് അങ്ങേയറ്റം ആഗ്രഹിക്കുന്നു. എന്നാലും അവൻ്റെ സ്വാതന്ത്ര്യത്തിൽ അവിടുന്ന് അവനെ വെട്ടിക്കുറയ്ക്കുന്നില്ല. അവൻ്റെ തീരുമാനങ്ങളെ ദൈവം എന്നും ആദരിക്കുന്നു. നീ നിന്റെ സ്വന്തം തീരുമാനത്തിൽ നീ പാപം ഉപേക്ഷിച്ച് തിരിച്ചു വരുമ്പോഴാണ് ദൈവത്തിന് സന്തോഷം. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ മാറാനാത്ത. Come, Lord Jesus. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങിയ ജീവന്റെ അപ്പമാണ് എന്നരുളി ചെയ്ത രക്ഷിതാവായ യേശു ഇതാ നമ്മുടെ അരികിൽ. ഈ നിമിഷങ്ങളിൽ 2 കരങ്ങൾ ഉയർത്തി യേശുവേ എന്നെ എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ ഉറക്കെ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശുവേ 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 യേശുവിന്റെ നാമത്തിൽ വിട്ടുപോട്ടെ. അന്ധകാരികൾ തകരട്ടെ, പൈശാചികൾ അമരട്ടെ. ആരാധന യേശുവേ 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 യേശുവേ. ഹല്ലേലൂയ മാറാനാത്ത. Come, Lord Jesus.